നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. CAA പറ്റി പറയാതെ കോൺഗ്രസ് ഒഴിഞ്ഞുമാറുകയാണെന്നും വയനാട്ടിലെത്തിയാൽ രാഹുൽ ഗാന്ധി പറയും എന്ന് വിചാരിച്ചെന്നും പക്ഷേ ഒരു കാര്യവും പറഞ്ഞില്ലെന്നും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. LDF മുള്ളൂർക്കര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആലത്തൂർ സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ വിജയത്തിനു വേണ്ടി നടത്തിയ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ KV വിജീഷ് അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ മുഖ്യപ്രഭാഷണം നടത്തി. LDF നേതാക്കളായ P ശ്രീകുമാർ, KK മുരളീധരൻ, V രഘു, MH അബ്ദുൽ സലാം, UR പ്രദീപ്, ഗിരിജ മേലെടുത്ത് എന്നിവർ സംസാരിച്ചു. വൈകിട്ട് നിരവധി പാർട്ടി പ്രവർത്തകരുടെ പ്രകടനത്തോടുകൂടിയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. ഒരു ജനതയെ മുഴുവൻ ആശങ്കയുടെയും മുൾമുനയിലേക്ക് എടുത്തെത്തിയിരിക്കുന്ന വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് എടുത്തെറിഞ്ഞിരിക്കുന്ന ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ പ്രതികരിക്കാൻ പാർലമെന്റിൽ ആളുണ്ടാവേണ്ടതല്ലേ? ഉണ്ടാവുന്നതേയില്ല. ഇടതുപക്ഷം മാത്രമേ പറയാനുള്ളൂ. അംഗബലം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ 6 ഉള്ളൂ. പാടില്ലാതെ ഒരു കരുത്തുറ്റ ഇടതുപക്ഷം ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവണം. അപ്പോൾ മാത്രമേ ഫാസിസത്തെ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ, അതിനെതിരെ നിലപാട് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ KG ജയൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. ഇരട്ട സഹോദരനായ വിജയനൊപ്പം ചേർന്നുള്ള കൂട്ടുകെട്ടിലൂടെ ശാസ്ത്രീയ സംഗീത രംഗത്തും ഭക്തിഗാനരംഗത്തും സിനിമാ ഗാനരംഗത്തും ഒരു പിടി മികച്ച ഗാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 2019 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 1991 സംഗീത നാടക അക്കാദമി, 2013 ഹരിവരാസനം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പൊതുദർശനവും സംസ്കാരവും നാളെ കൊച്ചിയിൽ നടക്കും. ഹൃദയസ്പർശിയായ ഗാനങ്ങൾ ആസ്വാദക മനസ്സിൽ നൈർമല്യമായി ചാർത്തിയാണ് അതുല്യ സംഗീതജ്ഞൻ വിടവാങ്ങുന്നത്. സാഹോദര്യത്തിന്റെ കെട്ടുറപ്പിൽ സംഗീത ലോകത്ത് സ്നേഹത്തിന്റെ പ്രതീകം തീർത്ത പ്രതിഭയായിരുന്നു KG ജയൻ. ഇന്നും ശബരിമല നട തുറക്കുമ്പോൾ ദർശന പുണ്യത്തോടെ ഭക്തരുടെ മനസ്സിൽ പുണ്യം നിറയ്ക്കുന്ന ഈ ഒരു ഗാനം മതി KG ജയൻ എന്ന ഗായകനെ അറിയാൻ. ചെറുപ്പം മുതൽ സംഗീതത്തോടുള്ള അടങ്ങാത്ത ആവേശവും ആഗ്രഹവും കാരണം 6-ാം വയസ്സിൽ ശാസ്ത്രീയമായി സംഗീത പഠനം ആരംഭിച്ച ജയൻ 10-ാം വയസ്സിൽ അരങ്ങേറ്റം നടത്തിയാണ് തന്റെ സംഗീത സഫരി തുടങ്ങുന്നത്. പിന്നീട് സംഗീത പഠനത്തിന്റെ നാൾവഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ സഹോദരൻ വിജയനായിരുന്നു കൂട്ട്. ഈ കൂട്ടുകെട്ടിൽ മലയാളികൾ നെഞ്ചേറ്റിയത് ഒരു പിടി നല്ല ഗാനങ്ങളാണ്. ഇരട്ട സഹോദരനോടൊപ്പം ജയം വിജയ എന്ന പേരിലുള്ള കച്ചേരികളും രാജ്യമൊട്ടാകെ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് ഭക്തിഗാനങ്ങളിലൂടെയും സിനിമാ ഗാനങ്ങളിലൂടെയും ഈ സഹോദര കൂട്ടുകെട്ട് സംഗീത ലോകത്ത് പുതിയ ഭാവുകങ്ങൾ തീർക്കുകയായിരുന്നു. സ്വരമാധുര്യത്തിന്റെയും ആലാപന മികവിന്റെയും ചാരുതയിൽ ഈ ശബ്ദ സൗന്ദര്യം ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കി. ഗാനാലാപനത്തിലെന്ന പോലെ സംഗീത സംവിധാനത്തിലും അദ്ദേഹം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. ഇദ്ദേഹത്തിന്റെ സംഗീത സംവിധാനത്തിൽ യേശുദാസ് ആലപിച്ച ചെമ്പയ്ക്ക് നാദം നിലച്ചപ്പോൾ എന്ന വരികൾ ഇന്നും മലയാളിയുടെ നാവിൻ തുമ്പത്ത് ഈണമിടുന്ന ഭക്തിലഹരിയാണ്. മലയാളത്തിനു പുറമെ തമിഴ് ചലച്ചിത്ര മേഖലയിലും കഴിവ് തെളിയിച്ചു. 1988 ഇരട്ട സഹോദരൻ വിജയൻ വിടവാങ്ങിയതോടെ പിന്നീട് തനിച്ചായിരുന്നു ആ സംഗീതയാത്ര. മലയാളികൾക്ക് മറക്കാനാവാത്ത ഗാനങ്ങൾ സമ്മാനിച്ച് മലയാളക്കരയിൽ തിലകം ചാർത്തി തിളങ്ങിയ നക്ഷത്രദീപം പൊലിഞ്ഞെങ്കിലും എന്നും അദ്ദേഹത്തിന്റെ ഈണങ്ങളും ശബ്ദ സൗകുമാര്യത്തിന്റെ മാധുര്യവും മരണമില്ലാതെ ആസ്വാദകരിൽ സംഗീതമഴയായി പെയ്തുകൊണ്ടേയിരിക്കും. ന്യൂസ് ഡെസ്ക് CCTV. പട്ടാമ്പിയിൽ നിർത്തിയിട്ട ലോറിക്ക് പുറകിൽ ട്രാവലർ ഇടിച്ച് അപകടം, 6 പേർക്ക് പരിക്ക്. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു അപകടം നടന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് അപകടമുണ്ടായത്. പട്ടാമ്പി കമാനത്തിന് സമീപം റോഡരികിൽ നിർത്തിയിട്ട ലോറിക്ക് പുറകിൽ ട്രാവലർ ഇടിച്ചാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ മുന്നോട്ട് നീങ്ങിയ ലോറി വൈദ്യുതി പോസ്റ്റിലിടിച്ചു നിന്നു. ട്രാവലറിൽ ഉണ്ടായിരുന്ന 6ഓളം പേർക്ക് പരിക്ക് പറ്റി. ഇവരെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടൈക്കനാലിൽ നിന്ന് ചാവക്കാട്ടേക്കുള്ള വിനോദയാത്രാ സംഘം സഞ്ചരിച്ച ട്രാവലറാണ് അപകടത്തിൽപ്പെട്ടത്. ലോറിയിൽ ഉണ്ടായിരുന്നവർ മാർക്കറ്റ് റോഡ് ജംഗ്ഷനിലെ പള്ളിയിലേക്ക് പോയ സമയത്താണ് അപകടം. ഡ്രൈവർ മാത്രമാണ് ലോറിയിൽ ഉണ്ടായിരുന്നത്. അപകടത്തെ തുടർന്ന് ട്രാവലറിന്റെയും ലോറിയുടെയും മുൻഭാഗം തകർന്നു. വൈദ്യുത പോസ്റ്റും തകർന്നിട്ടുണ്ട്. ട്രാവലറിന്റെ ഡ്രൈവർ ഉറങ്ങിയതാവാം അപകട കാരണമെന്നാണ് സൂചന. 2 ദിവസം മുൻപും പ്രദേശത്ത് ലോറി പോസ്റ്റിലിടിച്ച് അപകടം സംഭവിച്ചിരുന്നു. വീതി കുറഞ്ഞ പാതയിൽ അപകടങ്ങൾ നിത്യസംഭവമാണ്. ഒരിടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം,
വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ഏപ്രിൽ 18 മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃത്താലയിലെത്തും. LDF സ്ഥാനാർത്ഥി KS ഹംസയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഏപ്രിൽ 18 തൃത്താല മണ്ഡലം റാലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത് സംസാരിക്കും. കൂറ്റനാട് സെന്ററിൽ നിന്നും തൃത്താല തിരുത്തിപ്പാറ പാടത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരുക്കുന്നത്. വേദിയുടെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. വൈകിട്ട് 3 മുഖ്യമന്ത്രി കൂറ്റനാട്ടെ റാലി ഉദ്ഘാടനം ചെയ്യും. റോഡിന്റെ വലതുഭാഗത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. മന്ത്രി MP രാജേഷിന്റെ മണ്ഡലമായ തൃത്താലയിൽ ഏറെ വികസന പദ്ധതികൾ നടപ്പിലായിട്ടുള്ള സാഹചര്യം ശരിക്കും വോട്ടാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് LDF പ്രവർത്തകരും നേതാക്കളും. കൊപ്പം കരിങ്ങനാട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥന. കരിങ്ങനാട് ജംഇയ്യത്തുസ് സലഫിയീൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രാർത്ഥന നടത്തിയത്. രൂക്ഷമായ വരൾച്ചയും കുടിവെള്ളക്ഷാമവും നിമിത്തം മനുഷ്യരും ജീവജാലങ്ങളും പ്രയാസം അനുഭവിക്കുമ്പോൾ നടത്തേണ്ട മഴയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക നമസ്കാരം നടന്നു. കരിങ്ങനാട് സലഫിയ ഗ്രൗണ്ടിൽ നടന്ന നമസ്കാരത്തിന് പ്രമുഖ പണ്ഡിതൻ MKM ഹദിയത്തുള്ള സലഫി നേതൃത്വം നൽകി. വിശുദ്ധമായ ജീവിതം നയിക്കാനും വിനയപൂർവ്വം പ്രാർത്ഥനാ നിരതരാവാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ജലത്തിന്റെ ദുരുപയോഗവും ജലസ്രോതസ്സുകളുടെ മലിനീകരണവും തടയാൻ വിശ്വാസികൾ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമടക്കം 100 കണക്കിന് പേർ ഈ പ്രത്യേക പ്രാർത്ഥനാ നമസ്കാരത്തിൽ പങ്കെടുത്തു. കരിങ്ങനാട് ജംഇയ്യത്തുസ് സലഫിയീൻ ചാരിറ്റബിൾ സൊസൈറ്റിയാണ് നമസ്കാരം സംഘടിപ്പിച്ചത്. മഴയ്ക്ക് വേണ്ടിയുള്ള സ്വലാത്തുൽ ഇസ്തിസ്ഖാണ് നമ്മൾ പോയി. വലിയ വരൾച്ചയും പ്രയാസങ്ങളുള്ള സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരു സുന്നത്താക്കി നിശ്ചയിച്ചു തന്നതാണ്. കുറയാൻ വെള്ളം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. ലോകത്ത് 71% വെള്ളമാണ്, ബാക്കിയാണ് കരയുള്ളത്. ഓങ്ങല്ലൂർ പുത്തൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ വിഷുവേല ആഘോഷിച്ചു. കഥകളിയും ഉണ്ടായിരുന്നു. ഓങ്ങല്ലൂർ പുത്തൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ വിഷുവേല ആഘോഷിച്ചു. രാവിലെ വിശേഷൽ പൂജകൾ, ചാന്താട്ടം, ഗുരുതി, സംഗീതോത്സവം എന്നിവ ഉണ്ടായിരുന്നു. തുടർന്ന് വൈകുന്നേരം പഞ്ചവാദ്യത്തോടു കൂടിയുള്ള എഴുന്നള്ളിപ്പ് നടന്നു. രാത്രി കഥകളിയും അരങ്ങേറി. കീചകവധം ആയിരുന്നു കഥ. കലാമണ്ഡലം സോമൻ, ഉമാമരുദേരി, കലാമണ്ഡലം പ്രവീണ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലുമായി അരങ്ങിലെത്തി. ഡോക്ടർ അംബേദ്കറുടെ 133ാമത് ജയന്തി ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ ഓഫ് ഓർഗനൈസേഷൻസിന്റെ നേതൃത്വത്തിൽ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാലൻ തൃത്താല, PK അപ്പുണ്ണി, PV സുകുമാരൻ, രാജൻ തൃത്താല, ഉണ്ണികൃഷ്ണൻ കൂടലൂർ, സന്ദീപ്, രാജൻ മേഴത്തൂർ, കൃഷ്ണൻകുട്ടി, പ്രദീപ് തൃത്താല, സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.
ന്യൂസ്.